ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് RRB NTPC എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എക്സാം നടന്നത് 30/12/2020 സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം 60,065 ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് തന്നേക്കുന്ന നമ്പർ എത്ര? 60,065. സോ 60,065 നിന്ന് ഏത് മിനിമം നമ്പർ കുറച്ചാലാണ് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാമെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ 60,065 അടുത്ത് വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 25 അതായത് 250 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 25 അതായത് 62,500 നമുക്ക് കിട്ടും. അതുപോലെ 240 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 57,600 നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ ഇടയിലത്തെ ഒരു നമ്പർ നമുക്ക് എടുക്കാം. നമുക്ക് എക്സാക്ട്ലി നടുക്കിലത്തെ നമ്പറിന് എടുക്കാം. എത്ര എടുക്കാം? 245 തന്നെ നമുക്ക് എടുക്കാം. സോ 245 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 60,025 എന്ന് നമുക്ക് കിട്ടും. സോ ഏറ്റവും അടുത്ത് വരുന്ന നമ്പർ എത്ര? അതായത് 60,065 അടുത്ത് വരുന്ന സ്ക്വയർ എന്ന് പറയുന്നത് 60,025 ആണ് വരുന്നത്. സോ ഡിഫറൻസ് എത്ര? അതായത് 65 മൈനസ് 60,025 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്ര വരുന്നത്? 40 ആണ് ഡിഫറൻസ് വരുന്നത്. സോ ലീസ്റ്റ് നമ്പർ എത്ര കുറയ്ക്കണ്ടേ? 40 ആണ് കുറയ്ക്കേണ്ടത്. സോ 60,025 40 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 60,025 കിട്ടും. അത് ഏതിൻ്റെ സ്ക്വയറാണ്? 245 സ്ക്വയറാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Anil Kumar took a loan of 24,000 with a simple interest for as years as the rate of interest. If he paid 19,440 as interest as the end of the loan period, what was the rate of interest? So ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പ്രിൻസിപ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 24,000 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എന്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സും രണ്ടും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I = PNR/100. ഇതിലെന്ത്? ഇതിൽ ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് N = R ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കൊടുക്കാം? N-ന് പകരം അവിടെ R എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? PR²/100 I നമുക്ക് കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അതിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ എന്ത് കിട്ടും? R² = I/P × 100 എന്ന് നമുക്ക് കിട്ടും. സോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ R² എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ സ്ക്വയർ I എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് 19,440 ബൈ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 24,000 24,000 × 100. സോ 0 കട്ട് ചെയ്ത് പോയി 81 കട്ടായി പോവും. സോ നമുക്ക് എന്ത് കിട്ടി? R² എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 81 എന്ന് കിട്ടി. സോ R എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 9% എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ബി 9% ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the greatest number less than 500 that is divisible by 6, 14 and 28. സോ 500-നേക്കാളും താഴെയുള്ള ഒരു നമ്പർ. ആ നമ്പർ എന്ത്? 6ഉം 14ഉം 28ഉം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോകണം. സോ നമുക്കിത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. സോ എന്താണ്? 500-നേക്കാളും താഴെയുള്ള ഗ്രേറ്റസ്റ്റ് നമ്പറാണ് നമുക്ക് വേണ്ടത്. സോ ഓപ്ഷനിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ? 480. സോ 480 നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സ് 6, 14, 28 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുണ്ടോ എന്ന് നോക്കണം. സോ നമുക്കറിയാം എന്ത്? 28 വെച്ച് ചെയ്യുമ്പോൾ എന്ത്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവില്ല. സോ ഓപ്ഷൻ എയും അല്ല. അതുപോലെ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ എത്ര? 460. 460/28 എന്ന് പറയുമ്പോൾ എന്ത്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ട് പോവില്ല. അപ്പോൾ അതും സാറ്റിസ്ഫൈ അല്ല. അടുത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 440 ആണ്. 440/28 എന്ന് പറയുമ്പോഴും എന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവില്ല.
ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്ര? ഓപ്ഷൻ ബി ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി നോക്കുമ്പോഴോ 420/28 എന്ന് പറയുമ്പോൾ 7 × 4 എന്ന് എഴുതാം. സോ 7 ഇവിടെ എത്ര കട്ടായി പോവും? 6 കട്ടായി പോവും. സോ എന്താണ്? 15. സോ എന്താണ്? അതായത് 420/28 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോകുന്നുണ്ട്. സോ ആകെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എത്ര? 420 ആണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ എത്ര? 420 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതുപോലെ എന്ത്, ഈ 28 അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ 6ഉം 14ഉം വെച്ചും കൂടി 420 ഡിവൈഡ് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോകും. നമ്മൾ ഏത് നമ്പർ സ്പോട്ട് ചെയ്ത്? നമ്മൾ 28 എന്ന നമ്പർ സ്പോട്ട് ചെയ്തിട്ടാണ് എന്ത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A shopkeeper marks his goods at a price so that after allowing a discount of 20%, he still makes a profit of 8%. Find the market price of the article which cost him 500. സോ നമുക്ക് എന്ത് ക്വസ്റ്റിൽ തന്നേക്കുന്നത്? നമുക്ക് ഡിസ്കൗണ്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, അതുപോലെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാർക്കറ്റ് പ്രൈസ് ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. സോ റിലേഷൻ എങ്ങനെയാണ് വരുന്നത്? MP/CP is equal to 100 plus P/100 minus discount. P എന്ന് പറയുന്നത് പ്രോഫിറ്റ്, ഡി എന്ന് പറയുന്നത് ഡിസ്കൗണ്ട്. സോ MP ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ MP/CP നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 500 ആണ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇവിടെ പ്രോഫിറ്റ് എത്ര? 8% ആണ് പ്രോഫിറ്റ് വരുന്നത്. സോ 100 plus P എന്ന് പറയുമ്പോൾ 108 ഡിസ്കൗണ്ട് എത്ര? 20% ആണ് ഡിസ്കൗണ്ട്. 100 - 20 എന്ന് പറയുന്നത്, അതായത് 100 - 20 എന്ന് പറയുന്നത് നമുക്ക് 80 നമുക്ക് കിട്ടും. സോ ഇനി NP കാണുകയാണെങ്കിലോ, MP is equal to 108 × 500/80 നമുക്ക് കിട്ടും. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 25 വരും, ഇവിടെ കട്ട് ചെയ്യാൻ 27 വരും. 25 × 27 എന്ന് പറയുന്നത് 675 ആണ് നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിയത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട കാര്യം എന്താ? അതായത് മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റിലേഷൻ, അതായത് MP/CP is equal to 100 plus P/100 minus ഡിസ്കൗണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A man travel a distance of 420 km by train which moves at a 75 km/h and returns back by a car with a speed of 50 km/h. Find the average speed of the whole journey. സോ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് ഒരു ആള് ടോട്ടൽ 420 കിലോമീറ്റർ ആണ് അവിടെ ട്രാവൽ ചെയ്യുന്നത്. സോ ആദ്യം ട്രെയിനിൽ ട്രാവൽ ചെയ്തത് എത്ര? 75 km/h ട്രെയിനിൽ ട്രാവൽ ചെയ്തത്. അതുപോലെ റിട്ടേൺ ചെയ്തപ്പോൾ എന്ത്? കാറിലാണ് റിട്ടേൺ ചെയ്തത്. എത്ര km/h? 50 km/h റിട്ടേൺ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഏവറേജ് സ്പീഡ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്കറിയാം ആൾ പോയപ്പോൾ ട്രെയിനിലാണ് പോയത്, കവർ ചെയ്തത് 420 km. വരുമ്പോഴും കാറിലാണ് വന്നത്, അപ്പോഴും കവർ ചെയ്തത് 420 km. അതായത് ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഏവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × S1 × S2/S1 + S2. അതായത് ഏവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × ഫസ്റ്റ് സ്പീഡ് × സെക്കൻഡ് സ്പീഡ് ബൈ ഫസ്റ്റ് സ്പീഡ് പ്ലസ് സെക്കൻഡ് സ്പീഡ്. ഏത് കണ്ടീഷനിൽ? അതായത് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ നമുക്ക് ഇക്വേഷൻ കൊടുക്കാൻ 2 × S1 എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡ്, 75 × S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പീഡ്, എത്ര? 50/75 + 50. അതായത് 2 × S1 × S2/S1 + S2. സോ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 × 75/125 5 എന്ന് വരും. ഇനി 25 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 3 വരും, ഇവിടെ 5 വരും, ഇവിടെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 20 വരും. സോ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 60 km/h എന്ന് നമുക്ക് കിട്ടും. സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 60 km/h. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്.
സോ ഇക്വേഷൻ എന്താ? ഏവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2 × S1 × S2 / S1 + S2. ഏത് കണ്ടീഷനിൽ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിലാണ് നമുക്ക് ഈ ആവറേജിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of two numbers is 5 times their difference. If the smaller number is 24, find the larger number. അതായത് സം എന്ന് പറയുന്നത് a + b ആണെന്ന് വിചാരിക്കുക. സോ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5 times their difference. അതായത് സം ഓഫ് their number is equal to 5 times their difference എന്ന് പറയുമ്പോൾ a - b. സോ a + b is equal to 5 × a - b എന്ന് നമുക്ക് കിട്ടും. സം ഓഫ് ടു നമ്പേഴ്സ് is equal to 5 times their difference. അതുപോലെ സ്മോളർ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പർ എത്രയാണെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? a + b / a - b എന്ന് പറയുന്നത് 5/1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇനി എന്താണ്? കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a/b എന്നുള്ള ഫ്രാക്ഷൻ കിട്ടും. സോ കോമ്പോണൻറ്റോ ഡിവിഡൻറ്റ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? a/b. അതായത് 5 + 1/5 - 1. അതായത് എന്ത് കിട്ടും? 5 + 1 എന്ന് പറയുമ്പോൾ 6ഉം 5 - 1 എന്ന് പറയുമ്പോൾ 4ഉം വരും. അതായത് 3/2 എന്ന് കിട്ടും. എന്ത്? a/b എന്ന ഫ്രാക്ഷൻ 3/2 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് എന്തറിയാം? a/b എന്ന് പറയുന്നത് ഏത് റേഷ്യോ? 3:2 എന്ന റേഷ്യോയിലാണ് a/b വരുന്നത്. അതിൽ സ്മോളർ നമ്പർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ട്. സോ ഈ റേഷ്യോയിലെ സ്മോളർ നമ്പർ എത്ര? 2 വരുന്നത്. ആ 2 എന്ത്? 24. സോ 2 24 എങ്കിൽ 2 24 ആവാൻ × 12. സോ 3 × 12 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ലാർജർ നമ്പർ കിട്ടും. അതായത് 3 × 12 എന്ന് പറയുന്നത് 36 ആണ് നമ്മുടെ ലാർജർ വാല്യൂ വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് വാല്യൂ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The average salary of the entire staff of an office is 3,560 per month and the average salary of officers is 5,400 per month. That of non-officers is 2,600 per month. If the number of officers is 12, find the number of non-officers in the office. സോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് ഒരു ഓഫീസിലെ എൻറ്റയർ സ്റ്റാഫ്സിൻ്റെ സാലറിയുടെ ഏവറേജ് ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്ത്? 3,560. അതുപോലെ ഓഫീസേഴ്സിൻ്റെ ഏവറേജ് സാലറി എന്ന് പറയുന്നത് 5,400ഉം നോൺ ഓഫീസേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത് 2,600ഉം. അതുപോലെ ഓഫീസേഴ്സിൻ്റെ എണ്ണം, അതായത് അവർ എത്ര പേരുണ്ട്? 12 പേരാണ് അവരുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് നോൺ ഓഫീസേഴ്സ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് നോൺ ഓഫീസേഴ്സിൻ്റെ എണ്ണമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിത് അലിഗേഷൻ മെത്തേഡ് വഴി ചെയ്യാം. അതിനായിട്ട് നമുക്കിത് നോക്കാം. അതായത് ടോട്ടൽ ആ ഓഫീസിലെ സ്റ്റാഫ്സിൻ്റെ ഏവറേജ് സാലറി നമുക്ക് തന്നിട്ടുണ്ട്. ഓഫീസേഴ്സിൻ്റെ സാലറിയും ഏവറേജ് സാലറിയും അതുപോലെ നോൺ ഓഫീസേഴ്സിൻ്റെ ഏവറേജ് സാലറിയും നമുക്ക് തന്നിട്ടുണ്ട്. സോ അലിഗേഷൻ ചെയ്യാൻ നമുക്ക് ആദ്യം ഓഫീസേഴ്സിൻ്റെ സാലറി ഏവറേജ് സാലറി എന്ന് പറയുമ്പോൾ 5,400ഉം നോൺ ഓഫീസേഴ്സിൻ്റെ ഏവറേജ് സാലറി എന്ന് പറയുന്നത് 2,600ഉം. അതായത് ടോട്ടൽ ആ ഓഫീസേഴ്സിൻ്റെ ഏവറേജ് സാലറി എന്ന് പറയുന്നത് എത്ര വരും? 3,560. സോ ഓഫീസേഴ്സ് നോൺ ഓഫീസേഴ്സ് ടോട്ടൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് 3,560. സോ അലിഗേഷൻ ചെയ്യുമ്പോൾ എന്ത്? അവർ റെസ്പെക്റ്റീവ് ഡിഫറൻസ് കാണാം. സോ ഡയഗണലിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ എത്ര വരും? 3,560 മൈനസ് 2,600 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 960 എന്ന് കിട്ടും. അതുപോലെ 5,400 മൈനസ് 3,560 എന്ന് പറയുന്നത് ഡിഫറൻസ് എത്ര വരും? 1,840 വരും. സോ ഈ കിട്ടിയേക്കുന്ന നമ്പേഴ്സിൻ്റെ റേഷ്യോ ആണ് എന്ത്? അതായത് ഓഫീസേഴ്സ് ഇസ് ടു നോൺ ഓഫീസേഴ്സിൻ്റെ നമ്പർ, അതായത് അവർ എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ഈ അടിയിൽ കിട്ടിയേക്കുന്ന നമ്പേഴ്സ്. സോ നമുക്ക് ആദ്യം റേഷ്യോ ആക്കണം. റേഷ്യോ ആക്കാൻ കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയാം. സോ 0 വെട്ടിപ്പോവും. പിന്നെന്താ 4 കട്ട് ചെയ്ത് പോകുമ്പോൾ 24 വരും. ഇവിടെ എത്ര വരാം? 46 വരും. വീണ്ടും 2 കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര വരും? 12:23 വരും. അതായത് ഓഫീസേഴ്സ് ഇസ് ടു നോൺ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് 12:23 എന്ന റേഷ്യോയിലാണ് വരുന്നത്. അതുപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഓഫീസേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 12 നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഓഫീസേഴ്സിൻ്റെ എണ്ണം 12 ആണെങ്കിൽ നോൺ ഓഫീസേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര? 23 വരാം. സോ ഓപ്ഷൻ ഡി 23 നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്.
സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഇസ് ടു വൈ ഈസ് ഈക്വൽ ടു 4:9, ഫൈൻഡ് 9x പ്ലസ് 4y ഈസ് ടു 18x പ്ലസ് 3y. സോ നമുക്കറിയാം എന്ത് തന്നിട്ടുണ്ട്, എക്സ് ഇസ് ടു വൈയുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:9 തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പുതിയ ഈ റേഷ്യോ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കെന്ത് എക്സിൻ്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് നമുക്ക് y ഇട്ട് കൊടുക്കാം. സോ 9 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 4 പ്ലസ് 4 ഇൻറ്റു 9 ഇസ് ടു 18 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 9. സോ 36 പ്ലസ് 36 എന്ന് വരും ഇസ് ടു 72 പ്ലസ് 27. സോ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 72 എന്ന് കിട്ടും. ഇവിടെ എത്ര വരാം, 9 99 എന്ന് നമുക്ക് കിട്ടും. സോ 9 കട്ട് ചെയ്ത് കളയാന്ന് വെച്ചാൽ ഇവിടെ 8 ഇൻറ്റു 9 വരും, 9 വെച്ചാൽ 11 വരും. സോ ഫൈനൽ റേഷ്യോ എത്ര, 8:11 എന്നാണ് ഫൈനൽ റേഷ്യോ. സോ ഓപ്ഷൻ ഡി 8:11 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ കണ്ടുപിടിക്കാൻ എന്ത്, എക്സ് ഇസ് ടു വൈയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ആ എക്സും വൈയുടെ വാല്യൂ തന്നെ രണ്ടാമത്തെ റേഷ്യോയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B can complete a piece of work in 20 days. B and C can complete the work in 30 days. A is twice as good as C in completing the work. Find how many days will B alone complete it. അതായത് എയ്ക്കും ബിക്കും കൂടി ഒരു വർക്ക് ചെയ്യാൻ എത്ര 20 ഡേയ്സ് ആണ് വേണ്ടത്. അതുപോലെ ബിക്കും സിക്കും കൂടി ആ സെയിം വർക്ക് ചെയ്യാൻ 30 ദിവസമാണ് വേണ്ടത്. അതുപോലെ നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എ ഈസ് ട്വൈസ് ആസ് ഗുഡ് ആസ് സി. അതായത് എ എന്ന് പറയുന്നത് ബിനേക്കാൾ എന്ത് 2 ഇരട്ടി എഫിഷ്യൻസി ആണെന്ന്, അല്ല സിനേക്കാളും 2 ഇരട്ടി എഫിഷ്യൻസി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ എയ്ക്കും ബിക്കും കൂടി ചെയ്യാൻ എത്ര ദിവസം വേണം, 20 ദിവസം വേണം. ബിക്കും സിക്കും കൂടി ചെയ്യാൻ എത്ര ദിവസം വേണം, 30 ദിവസമാണ് വേണ്ടത്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവരുടെ LCM ആണ് ടോട്ടൽ വർക്ക്. സോ രണ്ടിൻ്റെയും LCM എന്ന് പറയുന്നത് നമുക്ക് 60 കിട്ടും. 60 കിട്ടാണെങ്കിൽ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 വരും. ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വരും, 2 വരും. സോ ടോട്ടൽ വർക്ക് എത്രയാണ്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60. എ പ്ലസ് ബി ഇസ് ടു ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3:2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ എഫിഷ്യൻസിയും കിട്ടി. എ പ്ലസ് ബി ഇസ് ടു ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇവർ 2 പേരും സം എടുക്കുക. അതായത് അവർ 2 പേരെ എഫിഷ്യൻസീസ് കൂട്ടുമ്പോൾ എന്ത് കിട്ടും, എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 3+2. അതായത് എ പ്ലസ് സി പ്ലസ് 2b എന്ന് പറയുന്നത് എത്ര കിട്ടും, 5 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യുക, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ ഈസ് ട്വൈസ് ആസ് ഗുഡ് ആസ് സി. അതായത് എ ഈസ് ഈക്വൽ ടു ട്വൈസ് സി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എ ഈസ് ഈക്വൽ ടു ട്വൈസ് സി. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു സി എന്ന് പറയുന്നത് നമുക്ക് റേഷ്യോ എന്ത് കിട്ടും, 2:1 എന്ന റേഷ്യോ കിട്ടും. അതായത് എ ഈസ് ട്വൈസ് ആസ് എഫിഷ്യൻസി ആസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ടു സിയുടെ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് നമുക്ക് കിട്ടും. സോ എയുടെ എഫിഷ്യൻസി എത്ര, 2ഉം സിയുടെ എഫിഷ്യൻസി എത്ര, 1 എന്ന് കിട്ടും. ഈ റെസ്പെക്റ്റീവ് എഫിഷ്യൻസീസ് എന്ത് നമുക്ക് ഈ കിട്ടിയ ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ എയുടെ എഫിഷ്യൻസി എത്ര, 2, ബിയുടെ എഫിഷ്യൻസി 1 പ്ലസ് 2b ആണ് എത്ര, 5. അതായത് 3 + 2b ആണ് 5 എങ്കിൽ 2b എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും, 2 എന്ന് കിട്ടും. ബി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 1 എന്ന് കിട്ടും. അതായത് ബിയുടെ എഫിഷ്യൻസി എത്ര വരുന്നത്, 1 ആണ് ബിയുടെ എഫിഷ്യൻസി വരുന്നത്. സോ ബിയുടെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടി, 1 ആണ് നമുക്ക് കിട്ടി. ഇനി എന്താ, ആ ടോട്ടൽ വർക്ക് ബി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ വർക്ക് എത്ര, 60 ബൈ ബിയുടെ എഫിഷ്യൻസി എത്ര, 1. സോ 60/1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 60 ഡേയ്സ് ആണ് നമുക്കിവിടെ എന്ത് ബി ആ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡേയ്സ്. സോ ഓപ്ഷൻ ഡി 60 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a firm, the ratio of male to female officers is in the ratio of 4:7. If 50 male officers and 100 female officers are shifted to another firm, then the ratio of male to female officers became 7:12. Find the number of male officers before shifting in the firm. അതായത് ഒരു ഓഫീസിലെ മെയിൽ ഈസ് ടു
ഫീമെയിൽ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എത്ര 4:1. അതിൽ നിന്ന് എത്ര 50 മെയിലും 100 ഫീമെയിലും വേറെ ഒരു ഓഫീസിലേക്ക്, അതായത് വേറെ ഒരു ഫേമിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എത്ര 7:12. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടായിരുന്ന മെയിൽ ഓഫീസ്, അതായത് മുമ്പ് ഉണ്ടായിരുന്ന മെയിൽ ഓഫീസേഴ്സിൻ്റെ എണ്ണമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് കണ്ടുപിടിക്കാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യത്തെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര 4:7. രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര 7:12. സോ ആദ്യത്തെ റേഷ്യോ 4:7. രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് 7:12. സോ ഡിഫറൻസ് പറയുന്നത് എത്ര, അതായത് ഇവരിങ്ങനെ ആവാൻ, അതായത് ആദ്യത്തെ റേഷ്യോ നിന്ന് രണ്ടാമത്തെ റേഷ്യോ ആവാൻ കാരണം എത്ര, ആദ്യത്തെ റേഷ്യോ നിന്ന് 50 മെയിലും പോയി, രണ്ടാമത്തെ റേഷ്യോ നിന്ന് 100 മെയിലും പോയി. അങ്ങനെ ആയപ്പോഴാണ് എന്ത് 7:12 എന്ന റേഷ്യോ കിട്ടിയത്. സോ 4:7 ഉണ്ടായ റേഷ്യോ 7:12 ആവാൻ കാരണം ആദ്യത്തേന്ന് 4 മെയിലും പോയി, രണ്ടാമത്തേന്ന് 100 ഫീമെയിലും പോയി. അങ്ങനെ ആയപ്പോഴാണ് നമുക്ക് പുതിയ റേഷ്യോ കിട്ടിയത്. സോ ഇവിടെ നിന്നാണ് നമ്മൾ ആ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. സോ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ക്രിസ് ക്രോസ് മെത്തേഡാണ്, അതായത് ക്രിസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് എന്ത് ആദ്യത്തെ റേഷ്യോയും രണ്ടാമത്തെ റേഷ്യോൻ്റെ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ റേഷ്യോൻ്റെ നമ്പറും ആദ്യത്തെ റേഷ്യോൻ്റെ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, അതായത് നമുക്ക് ആദ്യം വലിയ നമ്പർ നോക്കാം. അതായത് 7 × 7 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും 49 എന്ന് നമുക്ക് കിട്ടും. സോ 49 മൈനസ് 4 × 12 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും 48 എന്ന് നമുക്ക് കിട്ടും. സോ 48, അതായത് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് കാണാം. സോ 7 × 7 എന്ന് പറയുന്നത് 49 മൈനസ് 4 × 12 എന്ന് പറയുന്നത് 48. ഡിഫറൻസ് എത്ര കിട്ടുക 1 ആണ് ഇവരുടെ ഡിഫറൻസ് കിട്ടുക. സോ ഇനി അടുത്ത ക്രിസ് ക്രോസ് എന്ന് പറയുന്നത് എന്ത് 7 × 100 ചെയ്യുക, അതുപോലെ 12 × 50 ചെയ്യാം. സോ എന്ത് കിട്ടും 7 × 100 എന്ന് പറയുന്നത് നമുക്ക് 700 എന്ന് കിട്ടും, മൈനസ് 50 × 12 എന്ന് പറയുന്നത് 600 എന്ന് നമുക്ക് കിട്ടും. സോ ഡിഫറൻസ് എത്ര വരും 100 ആണ് നമ്മുടെ ഡിഫറൻസ് വരുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആദ്യത്തെ റേഷ്യോൻ്റെ ഡിഫറൻസ് കണ്ടു. അതായത് ക്രിസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 12 7 × 12 അവർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു 1. അതുപോലെ നെക്സ്റ്റ് ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ 7 × 100 12 × 50 അവർ തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കാണുമ്പോൾ എത്ര വരും 100 കിട്ടി. സോ അതെന്താണ് ഈ 1 ആണ് ഈ കിട്ടിയ 100. സി 1ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയ 100. സോ ഈ കിട്ടിയ വാല്യൂ നമ്മൾ ഫസ്റ്റത്തെ റേഷ്യോയിൽ മാത്രം അപ്ലൈ ചെയ്യുക. സോ 1 ആണ് 100 എങ്കിൽ 4 എന്ന് പറയുന്നത് എത്ര വരും 400 എന്ന് നമുക്ക് കിട്ടും. 7 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും 700 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് എന്ത്, അതായത് ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആ ഓഫീസിലുണ്ടായ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത്. മെയിൽ എത്ര 400, ഫീമെയിൽ എത്ര 700. സോ ഈ കിട്ടിയ 1 ആണ് ഈ 100 എന്നുള്ള ഈ ഒരു സാധനം നമ്മൾ ഏത് ഫസ്റ്റത്തെ റേഷ്യോയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. സോ 1 ആണ് 100 എങ്കിൽ നമുക്ക് കിട്ടിയ ഫസ്റ്റത്തെ റേഷ്യോ എന്ന് പറയുന്നത് 4:17 ആണ്. സോ 1 ആണ് 100 എങ്കിൽ 400 700 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ 400 ആണ് എന്ത് ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള മെയിൽസിൻ്റെ എണ്ണം. സോ നമ്മുടെ ആൻസർ എത്ര വരെ, ഓപ്ഷൻ ഡി 400 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B can complete a job in 14 days and 16 days respectively. They worked together for some day and B left the job. If A complete the rest of work in 10 days, find for how many days B worked. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ, A 40 ദിവസം വർക്ക് ചെയ്തു, B ആണെങ്കിൽ എത്ര ദിവസം 60 ദിവസമാണ് B വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എന്താ അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു, B എത്ര ലാസ്റ്റ് പാർട്ടായപ്പോൾ B ലെഫ്റ്റായി. അതുപോലെ പറഞ്ഞേക്കുന്നത് A വർക്ക് ചെയ്ത് എത്ര, അതായത് എ ബാക്കി വന്ന വർക്ക്, അതായത് ഏതോ ഒരു പോയിന്റിലെത്തിയപ്പോൾ ബി അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്തു, ബാക്കി വന്ന വർക്ക് ആരാണ് ചെയ്തത് എ 10 ദിവസം കൊണ്ടാണ് ബാക്കി റിമൈനിങ് ഉള്ള വർക്ക് എ ഒറ്റയ്ക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം വർക്ക് ചെയ്തു എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എന്ത് എ ബി, എ എത്ര ദിവസം വർക്ക് ചെയ്തു 40 ദിവസം വർക്ക് ചെയ്തു, ബി എന്ന് പറയുന്നത് 60 ദിവസം വർക്ക് ചെയ്തു, എൽ സി എന്ന് പറയുന്നതാണ് അവരുടെ ടോട്ടൽ വർക്ക്, നമുക്ക് 120 കിട്ടും. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3ഉം ബിയുടെ എഫിഷ്യൻസി നമുക്ക് 2ഉം കിട്ടി. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 120 ആണെങ്കിൽ A/B അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3:2 ആണ് വരുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ബി ലെഫ്റ്റായി,
ലെഫ്റ്റായിട്ട് ബാക്കിയുള്ള വർക്ക് എ ഒറ്റയ്ക്കാണ് 10 ദിവസം കൊണ്ട് തീർത്തത്. സോ ലാസ്റ്റ് ആര് മാത്രമാണ് വർക്ക് ചെയ്ത്? എ മാത്രമാണ് 10 ദിവസം വർക്ക് ചെയ്തു. സോ എ 10 ദിവസം വർക്ക് ചെയ്തപ്പോൾ എ വർക്ക് ചെയ്ത വർക്ക് അതായത് 10 ദിവസം കൊണ്ട് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എത്ര? 10 ഇൻറ്റു എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3. അതായത് 30 വർക്കാണ് 10 ദിവസം കൊണ്ട് എ ചെയ്തത്. സോ ടോട്ടൽ വർക്ക് ചെയ്യുന്നത് 30 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വർക്ക്? 120 നിന്ന് 30 പോയി കഴിഞ്ഞാൽ ബാക്കി 90 വർക്കാണ് എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്തത്. അതായത് ലാസ്റ്റത്തെ 10 ദിവസം ആര് മാത്രമാണ് വർക്ക് ചെയ്ത്? എ മാത്രമാണ് വർക്ക് ചെയ്ത്. സോ എയുടെ എഫിഷ്യൻസി 3 ഇൻറ്റു 10 എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് 30 വർക്കാണ് എ അവിടെ കംപ്ലീറ്റ് ചെയ്തത്. സോ ടോട്ടൽ വർക്ക് ചെയ്ത് 30 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 90 വർക്കാണുള്ളത്. ഈ 90 വർക്ക് ആരാ ചെയ്തത്? എയും ബിയും ഒരുമിച്ചാണ് ചെയ്തത്. സോ എയുടെയും ബിയുടെയും ഒരുമിച്ച് എഫിഷ്യൻസി എടുക്കുമ്പോൾ 3 + 5 2 എന്ന് പറയുന്നത് നമുക്ക് അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 കിട്ടും. സോ ഈ 90 വർക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം ചെയ്തേ? സോ 90/5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. സോ എ ഓൾറെഡി 18 ദിവസം വർക്ക് ചെയ്തു, പ്ലസ് എക്സ്ട്രാ ഒറ്റയ്ക്ക് 10 ദിവസം കൂടി വർക്ക് ചെയ്തു. ബി എത്ര ദിവസം വർക്ക് ചെയ്തു? ബി ആകെ 18 ദിവസം മാത്രമാണ് വർക്ക് ചെയ്തത്. സോ ബി എത്ര ദിവസം വർക്ക് ചെയ്തു? ബിയുടെ വർക്ക് ചെയ്ത ഡേയ്സ് എന്ന് പറയുന്നത് 18 ഡേയ്സ് ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the length and breadth of the rectangle plot of a land are increased by 10% and 8% respectively, then how much percentage will the area increase or decrease? അതായത് ഒരു റെക്ടാങ്കുലർ ലാൻഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര വെച്ച് ഇൻക്രീസ് ആയി? 10%, 8% വെച്ച് ഇൻക്രീസ് ആയി. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ് ഉണ്ടായത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത് ഷോർട്ടായിട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? സക്സസീവ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ സക്സസീവ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ 100. സോ എക്സ് എന്നും വൈ എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇവിടെ 10ഉം 8ഉം ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ 10 + 8 + 10 ഇൻറ്റു 8/100 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 18 + 80/100. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ പോയിന്റ് വരും. 18 + 0.8 എന്ന് പറയുന്നത് എത്ര വരും? 18.8% ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടായത്. സപ്പോസ് ഇനി ഡിക്രീസ് ആണ് ഉണ്ടായെങ്കിൽ ഇവിടെ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വാല്യൂ ആണ് കിട്ടുക. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. സോ 18.8% ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടായത്. സോ ഓപ്ഷൻ സി 18.8% ഇൻക്രീസ് ആണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ഇനി ഡിക്രീസ് ആണെങ്കിൽ എന്ത്? അതായത് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ ആൻസറിൻ്റെ അവിടെ നെഗറ്റീവ് വാല്യൂ വരും. നമുക്കിവിടെ കിട്ടിയത് പോസിറ്റീവ് ആണ്. സോ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Out of the 3 numbers, the first number is twice of the second and the thrice of the third number. If the average of the 3 numbers is 880, what is the smallest number? സോ നമുക്ക് എന്ത് റിലേഷൻ തന്നിട്ടുണ്ട്? എന്ത്? ഫസ്റ്റ് നമ്പർ ഈസ് ട്വൈസ് ഓഫ് ദ സെക്കൻഡ്. സോ ഫസ്റ്റ് നമ്പർ എ ആണെന്ന് ചോദിക്കുക, എ ബി സി. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 2b, അതുപോലെ ത്രൈസ് ദ നമ്പർ ആൻഡ് ത്രൈസ് ഓഫ് ദ തേർഡ് നമ്പർ. സോ എ ഈസ് ഈക്വൽ ടു 3c എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് the first number is twice the second and the first number is thrice the third. അതായത് a is equal to 2b യും a is equal to 3b എന്നാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അതുപോലെ 3 നമ്പേഴ്സിൻ്റെയും ആവറേജ് ആണ് എന്ത്? 880. അതായത് a + b + c/3 ആണ് എത്ര? 880. സോ നമുക്കറിയാം എന്ത്? എല്ലാതും എയും ബി സിയും ഒരൊറ്റ വേരിയബിളിൻ്റെ ഫാക്ടേഴ്സ് ആക്കാം. സോ എയുടെ ഫാക്ടേഴ്സ് ആകുമ്പോൾ എന്ത്? a/2 = നമുക്ക് ബി എന്നും കിട്ടും. a/3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? സി എന്നും കിട്ടും. സോ അതോട് ഇട്ട് കൊടുക്കുമ്പോൾ a + a/2 + a/3/3 ആണെന്ത്? 880. അങ്ങനെയാണെങ്കിൽ എന്ത്? നമ്മൾ അടിയിലത്തെ ഡിനോമിനേറ്റർ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a + 3a + 2b/6 എന്ന് വരും. /3 = 880 എന്ന് വരും. സോ ഈ പുറത്ത് നിൽക്കുന്ന എയും കൂടി ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 6 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 6a + 3a + 2a all 6. ഈ 3 നമുക്ക് മേലേക്ക് ഇടാം. സോ മേലേക്ക് ഇടുമ്പോൾ എന്ത് കിട്ടും? × 3 എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ ആണ് എന്ത്? ഇതിൻ്റെ വാല്യൂ ആണ് 880. അങ്ങനെയാണെങ്കിൽ മേലത്തെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6a + 3a + 2a എന്ന് പറയുന്നത് 11a/ അടിയിൽ 24 എന്ന് വരും. അതാണ് എന്ത്? 880. കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും?
ഇവിടെ 8 പോവും. എ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 80 ഇൻറ്റു 24 എന്ന് പറയുന്നത് 1440 എന്ന് നമുക്ക് കിട്ടും. എന്ത്? എയുടെ വാല്യൂ. സോ എയുടെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്മോളസ്റ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എന്ത്? A/2 എന്ന് പറയുന്നതാണ് ബി, A/3 എന്ന് പറയുന്നതാണ് സി. ഏതാണ് സ്മോളസ്റ്റ് വരാം? സി ആണ് സ്മോളസ്റ്റ് വരാം. സോ 1440/3 എന്ന് പറയുന്നതാണ് നമുക്ക് സി കിട്ടുക. അത് നമുക്ക് എത്ര കിട്ടുക? 480 എന്ന് നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a plus b is equal to 10 and a square plus b square is equal to 68. Find a cube plus b cube. സോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് കാണാൻ ഇക്വേഷൻ ആണ് നമുക്ക് ആദ്യം വേണ്ടത്. സോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ഓൾ ക്യൂബ് മൈനസ് 3ab എ പ്ലസ് ബി. ഇത് നമുക്ക് തരാത്ത വാല്യൂ ഏതാണ്? അതായത് നമുക്ക് എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയാം 10 നമുക്കറിയാം. അതുപോലെ എ പ്ലസ് ബി നമുക്കറിയാം. എ ബി അതായത് എ ഇൻറ്റു ബിയുടെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എ ഇൻറ്റു ബിയുടെ വാല്യൂ ആണ് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? അതായത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. സോ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ് എന്ത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. സോ ഇതിൽ നമുക്ക് എന്തറിയാം? എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ അറിയാം. സോ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ ബിയുടെ വാല്യൂ കിട്ടും. സോ ഈ എ ബിയുടെ വാല്യൂ നമ്മൾ മേലത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും, അല്ല ആൻസർ നമുക്ക് കിട്ടും. സോ നമുക്ക് ആദ്യം എ ബി കണ്ടുപിടിക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 100 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 68 മൈനസ് 2 ഇൻറ്റു എ ബി. സോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോറി, ഒരു പ്ലസ് ആണ് വരുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 100ഉം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 68ഉം പ്ലസ് 2 ഇൻറ്റു എ ബി. സോ 100 മൈനസ് 68 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 32 എന്ന് കിട്ടും. അതാണ് എന്ത്? 2 ഇൻറ്റു എ ബി. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എത്ര കിട്ടും? 32/16 എന്ന് പറയുന്നത് നമുക്ക് 32/2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 16 എന്ന് നമുക്ക് കിട്ടും. സോ എ ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 16 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഏതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം? എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ എക്സ്പാൻഷൻ, അതായത് എ പ്ലസ് ബി ഓൾ ക്യൂബ് മൈനസ് 3ab എ പ്ലസ് ബി എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറയുന്നത് 10ൻ്റെ ക്യൂബ്, അതായത് 1000 മൈനസ് 3 ഇൻറ്റു 16 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 48 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്ര? 10. അതായത് 1000 മൈനസ് 480 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 520 എന്ന് കിട്ടും. അതാണ് എന്ത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് നമുക്ക് കിട്ടണത്. അതായത് ഓപ്ഷൻ എ 520 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ എക്സ്പാൻഷൻ, അതായത് എ പ്ലസ് ബി ഓൾ ക്യൂബ് മൈനസ് എ ബി എ പ്ലസ് ബി നമുക്ക് പഠിക്കണം. അതുപോലെ എന്ത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. സോ രണ്ടിൻ്റെയും എക്സ്പാൻഷൻ നമുക്ക് പഠിക്കണം. സോ 2 ഇക്വേഷനാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4/5 of a number is 12 more than the 3/4 of the number. Find the number. സോ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? n ആണ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 4/5 എന്ന് പറയുമ്പോൾ 4/5 ഓഫ് ദ n മൈനസ് 3/4 ഓഫ് ദ n എന്ന് പറയുന്നതാണ് എന്ത്? 12. അല്ലെങ്കിൽ 4/5 ഓഫ് ദ നമ്പർ ഈസ് 12 മോർ ദാൻ ദ 3/4. അതായത് അവർ രണ്ടുപേരും ഡിഫറൻസ് ആണ് എന്ത്? ഈ 12. അങ്ങനെയാണെങ്കിൽ n കോമൺ ആയിട്ട് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ n പുറത്തേക്ക് വരുമ്പോൾ 4/5 മൈനസ് 3/4 ആണ് എന്ത്? 12. സോ ഇവിടെ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 4 16 മൈനസ് 5 ഇൻറ്റു 3 15/4 ഇൻറ്റു 5 എന്ന് പറയുന്നത് 20 ആണ്. എത്ര? 12. ഡിഫറൻസ് കാണുമ്പോൾ n ഇൻറ്റു 1/20 ആണ് എത്ര? 12. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് 12 ഇൻറ്റു 20 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 240 എന്ന് കിട്ടും. സോ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടി? 240. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
When the integer m is divided by 8, the remainder is 5. What is the remainder if 7m is divided by 8? അതായത് m by 8 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര? 5 ആണ് വരുന്നത്. സോ നമുക്കറിയാം എന്ത് m by 8 എന്ന് പറയുമ്പോൾ 5 by 8 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 7 ഇൻറ്റു എം ബൈ 8 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര വരും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത് എമ്മിൻ്റെ കേസിൽ 5 ആണ് റിമൈൻഡർ വരുന്നത്. സോ ഈ എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ആ എമ്മിൻ്റെ റിമൈൻഡർ ആയ 5 ഇട്ട് കൊടുക്കാം. സോ 7 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്ര? 35/8. 35/8 എന്ന് പറയുമ്പോൾ 8 ഏത് പോവും? 32 വരെ പോവും. സോ 32 വരെ പോവുകയാണെങ്കിൽ റിമൈൻഡർ എത്ര വരാം? റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 3 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി 3 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25 പ്ലസ് 3 ഓഫ്. സോ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മേലേത്ത് നോക്കിയാൽ നമുക്കറിയാം എന്ത് ഓഫ് എന്നൊരു സാധനം തന്നിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് എന്ത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ടേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. സോ 25 പ്ലസ് 3/8 എന്ന് പറയുന്നത് എത്ര വരും? 24 മൈനസ് 4. സോ എത്ര വരും? 45 എന്ത് വരും? ന്യൂമറേറ്റർ മാത്രം ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 45 എത്തി. ഇനി എത്ര? ഡിനോമിനേറ്റർ ചെയ്യുക. സോ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ഓഫിനാണ് പ്രയോറിറ്റി. ബട്ട് ഇവിടെ ഒരു എന്ത് ബ്രാക്കറ്റും കൂടി തന്നിട്ടുണ്ട്. സോ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ബ്രാക്കറ്റിനാണ് പ്രയോറിറ്റി, അത് കഴിഞ്ഞിട്ടാണ് ഓഫിന് പ്രയോറിറ്റി. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ ചെയ്യണം. ബ്രാക്കറ്റിൽ ചെയ്യുമ്പോൾ 27 മൈനസ് 3 ഇൻറ്റു 8 മൈനസ് 4. സോ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ 27 മൈനസ് 3 ഇൻറ്റു എന്ത് വരും? 4 വരും. അതായത് 27 മൈനസ് 12 എന്ന് വരും. അതായത് നമുക്ക് എത്ര കിട്ടി? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്ര വരും? 15 എന്ന് കിട്ടി. സോ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 45/15 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ഓപ്ഷൻ എ 3 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. By selling an article for 45,000 rupees, a man lost 10%. For what amount should he sell it to gain 50%? അതായത് 45,000 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% ആണ് ലോസ്. അങ്ങനെയാണെങ്കിൽ 15% ഗെയിൻ കിട്ടണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് എത്ര എമൗണ്ടിന് ആൾ വിൽക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ ലോസ് 10% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 90% ആണ് സെല്ലിംഗ് പ്രൈസ് അവിടെ വരുന്നത്. സോ 90%ൻ്റെ ഈക്വലേറ്റ് എമൗണ്ട് ആണ് എത്ര? 45,000. അതായത് 10% ആണ് ലോസ് എങ്കിൽ 90% ആണ് എന്തവിടെ? സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ്. സോ ആദ്യത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാം. അതായത് 90% ആണ് 45,000 എങ്കിൽ രണ്ടാമത്തെ കേസിൽ ഗെയിൻ 50% ആണ് നമുക്ക് വേണ്ടത്. സോ ഗെയിൻ 50% ആവുമ്പോൾ അവിടെ സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എത്ര വരും? 15% പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 115 വരും. സോ ആ 115 എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. സോ 10% ലോസ്. അങ്ങനെയാണെങ്കിൽ 90% ആണ് 45,000 എങ്കിൽ 12% ഗെയിൻ കിട്ടണമെങ്കിൽ 115% ആയ സെല്ലിംഗ് പ്രൈസാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ 45,000 ബൈ 90 ഇൻറ്റു 115. സോ 0 കട്ട് ചെയ്ത് പോയി 5 പോയി. സോ 500 ഇൻറ്റു 115 എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടും? 500 ഇൻറ്റു 115 എന്ന് പറയുന്നത് 57,500 എന്ന് നമുക്ക് കിട്ടും. എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് എന്ന് കിട്ടും. അതായത് 15% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 57,500 രൂപയ്ക്കാണ് എന്ത് ആൾ വിൽക്കേണ്ടത്. ആളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 57,500. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.